ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 36 വാക്യമാണ്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടും ഇരിപ്പിൻ. ദൈവമക്കളെ, ഇന്ന് ദൈവസഭയുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിനം കൂടെയാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചോളം അവന്റെ ഏറ്റവും പ്രധാന ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നത് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സംസാരം. അതിന് പ്രാസമോ വാക്കുകളുടെ അല്ല ഉച്ചാരണങ്ങളുടെ വ്യക്തതകളോ അതിൻ്റെ പ്രാസങ്ങളോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. യഥാർത്ഥമായ പ്രാർത്ഥന എന്നുള്ളത് വായിൽ നിന്ന് വരുന്നതിന് മുമ്പ്, എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് അത് അറിയുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ പോലും ആരാഞ്ഞറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. ഹന്ന നാവ് തുറന്ന് പ്രാർത്ഥിച്ചില്ല, അവളുടെ ചുണ്ട് വിറച്ചതേയുള്ളൂ. പക്ഷെ കർത്താവ് ആ പ്രാർത്ഥന കേട്ടു എന്ന് നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നാവ് തുറന്ന് പുറത്തു വരാത്ത, ശബ്ദം പുറത്തു വരാതിരുന്നപ്പോഴും ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്, പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്. അത് സുവിശേഷം 6 അധ്യായത്തിലാണ്. പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്, ഉപവസിക്കുന്നവന് പ്രതിഫലമുണ്ട്. അപ്പം പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും ഒരു പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വെറുതെ പോകുകയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതൊരു ദൈവഭക്തനെ സംബന്ധിച്ചോളം അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ഭൗമിക മനുഷ്യന് കൊടുക്കുന്ന ആഹാരം പോലെ തന്നെ ആത്മീയ മനുഷ്യന് കൊടുക്കുന്ന ഒരു ആഹാരമാണത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്നുള്ളത്, ദൈവത്തോട് പറയുക എന്നുള്ളത് അവന് ജീവൻ വരുന്ന, അല്ലെങ്കിൽ അവന് ചൈതന്യം വരുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയിലെടുത്ത ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന അനേക സംഭവ വികാസങ്ങളെ കുറിച്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, ഇത് സംഭവിക്കും, അത് ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെ മേലും ഇതുണ്ടാകും. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നാൽ മതി, അത് നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും. അപ്പോൾ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നത്. പലതും നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ അറിയുന്നില്ല. സ്തോത്രം. നാം അറിയാതെ തന്നെ പല വിഷയങ്ങളും നമ്മെ വിട്ട് ഒഴിയുകയാണ്. യേശു പറയുന്നു, ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അധർമ്മം പെരുകുന്നുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നുണ്ട്, കള്ളപ്രവാചകന്മാർ ദേശം നടന്ന് അനേകരെ വഴിതെറ്റിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്തിൽ അനേക പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ക്ഷാമമുണ്ടാകുന്നുണ്ട്, ഭൂകമ്പമുണ്ടാകുന്നുണ്ട്, യുദ്ധങ്ങളുണ്ടാകുന്നുണ്ട്. യുദ്ധങ്ങളുടെ കെടുതികൾ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവനെ വിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒഴിഞ്ഞങ്ങ് പോവുകയും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന ഒരു ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന ഒരു മേഖലയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്നു, അവരുടെ കൂട്ടുകാരാരാ, അവരെങ്ങനെ പോകുന്നു നമുക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെങ്കിൽ സ്തോത്രം, നാം പോകുന്ന മുൻപിലും പുറകിലും വരുന്ന വാഹനങ്ങളെ കുറിച്ച് അവരെങ്ങനെ സുബോധത്തോടെ വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജോലിക്ക് പോകുന്നു, വരുന്നു, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ നമ്മൾ അറിയുന്നില്ല.
അല്ല, നമ്മളുടെ സ്ഥാപനങ്ങളുടെ ആ നിലനിൽപ്പിനെ കുറിച്ച് നമുക്കറിയില്ല. ചിലതൊക്കെ നമ്മൾ അറിയുന്നുമുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഹല്ലേലൂയ, പ്രതിസന്ധിയുടെ ആഴങ്ങൾ പലതും പലയിടങ്ങളിലും പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടാകാതെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകാതെ ഒഴിഞ്ഞു പോകേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ പറവാൻ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ചുറ്റും നടക്കുന്നത് എന്തൊക്കെയോ എന്നറിയുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പല ദോഷങ്ങളും പ്രതിസന്ധികളും നമ്മെ വിട്ടു മാറുകയും സംഭവങ്ങളെക്കുറിച്ച് ആരാഞ്ഞറിയുന്നത് നല്ലതൊക്കെ തന്നെ. പക്ഷേ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പലതും നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറയെ വിട്ട് ഒഴിഞ്ഞു പോകും എന്ന് പറയാനാണ് ഞാൻ വന്നത്. രണ്ടാമതായിട്ട് കർത്താവ് ഇവിടെ പറയുന്നത്, സ്തോത്രം, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കണം. അപ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളിൽ, ആപത്തുകളിൽ നിന്ന് ഒഴിയണം. 2, ഒഴിഞ്ഞാൽ മാത്രം പോരാ, മനുഷ്യപുത്രന്റെ മുമ്പിൽ നാം നിൽക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന 2 അനുഗ്രഹം: 1, സംഭവിക്കാനുള്ളതൊക്കെ നമ്മിൽ നിന്ന് ഒഴിയുന്നു. 2, മനുഷ്യപുത്രന്റെ മുമ്പിൽ നാം നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ ഒഴിഞ്ഞു പോകുക എന്നത് മാത്രമല്ല പ്രാർത്ഥനയുടെ പ്രാധാന്യം. പകരം കർത്താവ് നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യതയിൽ നാം പ്രവേശിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം തണുത്തു പോകുമ്പോൾ, പലരും പകച്ച് അന്യോന്യം ഏൽപ്പിക്കുമ്പോൾ, പലരും സ്വാർത്ഥരാകുമ്പോൾ, അധർമ്മം പെരുകുമ്പോൾ, മ്ലേച്ഛത പെരുകുമ്പോൾ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞ് നാം മാറി എന്നത് സത്യമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നു. അത് മാത്രമല്ല സംഭവിക്കേണ്ടത്, നമ്മളും അതിനകത്ത് പെട്ട് നരകത്തിലേക്ക് പോകാതെ നിത്യജീവങ്കിലേക്ക് പോകുവാനും പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്തോത്രം, എത്ര മഹത്തരമാണ് ദൈവമേ. പ്രാർത്ഥനയുടെ ഏറ്റവും മഹത്തരമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പകൽക്കാലം കേൾക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ഒഴിഞ്ഞു പോകും. 2, നമ്മുടെ നിത്യത എന്നുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് ഉറപ്പായി അതിലേക്ക് പ്രവേശിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥന ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ പലതിലും പെട്ട് നമ്മൾ കുരുങ്ങി ഈ ലോകത്തിലും ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കഷ്ടത, അതോടൊപ്പം തന്നെ നിത്യതയും നഷ്ടപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് ദൈവസഭയായി നാം ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ ഒഴിഞ്ഞു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന അനുഭവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്കായി കർത്താവിന്റെ ഹല്ലേലൂയ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് അടുത്തിയല്ല. മാത്രമല്ല, ദൈവസഭയായുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇത് അഴിഞ്ഞു പോകുന്ന, നശിച്ചു പോകുന്ന, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൽ ഹല്ലേലൂയ അതിന്റെ മോഹങ്ങളെ കണ്ട് ഭ്രമിച്ച് അതിൽ പെട്ടുപോകാതിരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് തരട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, നല്ല പ്രഭാതത്തിനായ സ്തോത്രം. ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വിടുതലിന്റെ കരം ഈ സന്ദേശത്തിലൂടെ കർത്താവ് ജനത്തിന് കൊടുക്കണമേ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന, ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരായി ഞങ്ങൾ നിൽക്കട്ടെ. അനർത്ഥങ്ങൾ, ആപത്തുകൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ്, മാത്രമല്ലപ്പ അങ്ങയുടെ നിത്യതയിൽ അങ്ങയോട് ചേർന്ന് അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കുന്ന ആ നിത്യാവകാശത്തിൽ നിലനിൽക്കുവാനും ഈ വചന സന്ദേശം ജനത്തിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം. ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.